നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ KSRTC ബൈപ്പാസ് റോഡിൽ പൈപ്പ് തകർന്നു. വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് തകർന്നിട്ട് 2 ദിവസം. പാഴായത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. രാസവള വിലവർധന. വാഴക്കുളത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. കോഴിക്കോടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. 2 കോഴികളെ വിഴുങ്ങിയ പാമ്പിനെയാണ് പിടികൂടിയത്. പാലക്കാട് മൂങ്ങാംകുന്നിൽ നിന്നാണ് സർപ്പാറ്റിയും പാമ്പിനെ പിടികൂടിയത്. കോട്ടപ്പടിയിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3 എത്തിയ കാട്ടാനക്കൂട്ടമാണ് വാവേലി സ്വദേശിയുടെ പുരയിടത്തിലെ കൃഷിയിടം നശിപ്പിച്ചത്. ഡിജിറ്റൽ യുഗത്തിലും വാടാത്ത വായനാ വസന്തം. പുസ്തകപ്രേമികൾക്കായി മൂവാറ്റുപുഴയിൽ ത്രിവേണി പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞു. വാർത്തകൾ വിശദമായി. KSRTC ബൈപ്പാസ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് തകർന്നു. റോഡിന് നടുവിൽ തന്നെ പൈപ്പ് പൊട്ടിയതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. മൂവാറ്റുപുഴ KSRTC ബൈപ്പാസ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. ദിവസങ്ങൾക്ക് മുൻപാണ് പൈപ്പ് തകർന്ന് വെള്ളം പാഴാകാൻ തുടങ്ങിയത്. റോഡിന് നടുവിൽ തന്നെ പൈപ്പ് പൊട്ടിയത് ഗതാഗതത്തെയും ബാധിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പൈപ്പ് നന്നാക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായതുമൂലം പ്രദേശത്ത് കുടിവെള്ള വിതരണം നിലച്ചു. വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി പൈപ്പ് നന്നാക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ബുധനാഴ്ചയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. രാസവള വിലവർധനവിനെതിരെ വാഴക്കുളത്ത് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വാഴക്കുളം ടൗൺ ചുറ്റി വാഴക്കുളം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. പൈനാപ്പിൾ കൃഷിക്ക് ആവശ്യമായ ഫാക്ടം ഫോസ്, പൊട്ടാഷ്, മിക്സ്ചർ ഉൾപ്പെടെയുള്ള രാസവളങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷനും വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും സംയുക്തമായി പോസ്റ്റ് ഓഫീസ് മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വാഴക്കുളം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. കർഷകന്റെ കണ്ണിൽ കാണാത്ത സർക്കാർ ജാഗ്രത പാലിക്കുക. ഫാക്ടം ഫോസ് വില കുറയ്ക്കുക, പൊട്ടാഷ് വില നിയന്ത്രിക്കുക, യൂറിയ ക്ഷാമം അവസാനിപ്പിക്കുക. പൈനാപ്പിൾ കൃഷി നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് വാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ്, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷനും വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെയും സംയുക്തമായ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിൽ പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് കർഷകരെ രക്ഷിക്കുക, പൈനാപ്പിൾ കർഷകരെ രക്ഷിക്കുക. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ സിന്ദാബാദ്. കർഷകരെ ദ്രോഹിക്കുന്ന രാസവള വർധന പിൻവലിക്കുക. സൂചനയാണിത്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും. തുടർന്ന് നടന്ന ധർണാ സമരം മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാഴക്കുളത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്, വാഴക്കുളത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. അത് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി കർഷകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളും അനുഭവിക്കുന്ന വിവിധങ്ങളായ കഷ്ടതകൾ നമുക്കറിയാം. അതിനിടയ്ക്കാണ് വലിയ വിലവർദ്ധനവ് ഇപ്പോൾ തന്നെ രാസവളങ്ങൾ കൊണ്ട്. ഒരു 50 കിലോയുടെ ഫാക്ടം ഫോസ് സ്റ്റാക്കിന് 1300 രൂപ വിലയായിരുന്നു. 1300 രൂപ എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്. അതിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ 1200 രൂപ കൂടി അധികം ചുമത്തിക്കൊണ്ട് ഫാക്ടം ഫോസിന് 2400 രൂപയിൽ കൂടുതൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഫാക്ടം ഫോസിന് ഇത്രമാത്രം വില, അനിയന്ത്രിതമായ വില, 100 രൂപയോ 200 രൂപയോ കൂട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ സമരവുമായി വരില്ലായിരുന്നു.
1000-ൽ കൂടുതൽ രൂപ ഒരു ചാക്കിന് 50 കിലോയ്ക്ക് കൂട്ടിയപ്പോഴാണ് ഇത് സമരത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മഞ്ഞള്ളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാന്റോസ് മാത്യു, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ്, ട്രഷറർ ജോസ് മാത്യു, ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോസഫ്, ജിമ്മി ജോർജ്, ഷൈൻ ജോൺ, ജെയ്സൺ ജോസ്, ഫ്രാൻസിസ് PV, ഷാജി MN എന്നിവർ പങ്കെടുത്തു. നൂറുകണക്കിന് കർഷകരും വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. രാസവളങ്ങളുടെ കുത്തനെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കുന്നതിനായി സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ മുന്നറിയിപ്പ് നൽകി. A1 Textile, Nehru Park, Nuwatupura. Phone 919846146786. കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ പാലക്കുടിയിൽ ക്ഷീരകർഷക കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലക്കുട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ക്ഷീരകർഷകർ പങ്കെടുത്തു. കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ക്ഷീരകർഷക കൂട്ടായ്മ പാലക്കുഴയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാലിത്തീറ്റയുടെ വർദ്ധിപ്പിച്ച വില അടിയന്തരമായി പിൻവലിക്കുക, ക്ഷീരകർഷകർക്ക് അർഹമായ സബ്സിഡി അനുവദിക്കുക, ക്ഷീരമേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പാലക്കുഴ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ക്ഷീരകർഷകരുടെ ശബ്ദം അവഗണിക്കരുതെന്നും അവകാശങ്ങൾക്കായി ഒരുമിച്ച് പോരാടുമെന്നും പാലക്കുഴയിലെ ക്ഷീരകർഷകരായ മാത്യൂസ് കറിയ, അരുൺ P. മോഹനൻ എന്നിവർ പറഞ്ഞു. ഈ സംഘത്തിൽ തന്നെയാണേലും 100-ൽ പരം കർഷകർ പാലളന്നുകൊണ്ടിരുന്ന സംഘത്തില് ഇന്ന് 40-45 വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘത്തില് മെയ് മാസത്തില് മിൽമയിൽ നിന്നും 2 രൂപ ഇൻസെന്റീവ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഇൻസെന്റീവ് മെയ് മാസത്തിൽ ഇതുവരെ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അത് എത്രയും അടിയന്തരമായി ലഭ്യമാക്കുക. മിൽമയിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, അതിലെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് TAD, മറ്റ് അലവൻസുകൾ ഇതെല്ലാം ലഭിക്കുമ്പോൾ ഈ 4 മണിക്ക് എഴുന്നേറ്റ് ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ പാൽ ഇവിടെ കൊടുക്കുന്ന കർഷകന് കിട്ടുന്നത് തുച്ഛമായ ആനുകൂല്യങ്ങളാണ്. ഇതിന് ഒരു അവസാനമില്ലെങ്കിൽ നമ്മൾ ശക്തമായ മിൽമയിലേക്ക് പാൽ അളക്കുന്ന സംവിധാനം വരെ നിർത്താനുള്ള ഒരു പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇന്ന് യുവാക്കൾ ആരും തന്നെ ഈ ക്ഷീര കർഷക മേഖലയിലേക്ക് കടന്നു വരാത്തത് ഇതിനു വേണ്ടി എടുക്കുന്ന അധ്വാനം അത് വേണ്ട രീതിയിൽ സാമ്പത്തികമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ഒരു മേഖലയെ വേണ്ട രീതിയിൽ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായവും വേണ്ട രീതിയിൽ നടത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തൊട്ടാകെ കർഷകരുടെ ഒരു സപ്പോർട്ടിനും കൂടിയായിട്ട് എത്തനോൾ, ഈ കാർഷിക മേഖലയിൽ നിന്ന് എത്തനോൾ ഉൽപ്പാദനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിലവർധന ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് നമ്മുടെ ഒരു ഗുണഭോക്തൃ സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വരുമ്പോൾ അത് കർഷകരെ, പ്രത്യേകിച്ചും ക്ഷീര കർഷകരെ അത് ബാധിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി അടക്കം നൽകിക്കൊണ്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സബ്സിഡി നൽകുക, അതുപോലെ തന്നെ ഈ കുടുംബങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഗവൺമെൻറ് അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ക്ഷീര കർഷകർ എന്നുള്ള രീതിയിൽ കൂട്ടായിട്ടുള്ള ആവശ്യം. ഉൽപാദന ചെലവിനനുസരിച്ച് പാലിന് ന്യായവില ലഭിക്കാത്തതും കാലിത്തീറ്റയുടെ വിലവർധനവും മൂലമുള്ള കടുത്ത പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ പാലക്കുഴ പഞ്ചായത്തിലെ ക്ഷീരകർഷകർ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് സങ്കട ഹർജി നൽകി. ക്ഷീരസംഘങ്ങളിൽ ബിൽഡിംഗ് റിസർവ് ഫണ്ട് പോലെ കെട്ടിക്കിടക്കുന്ന ഫണ്ടുകൾ ഒഴിവാക്കി കർഷകർക്ക് വീതിച്ചു നൽകുക, ക്ഷീരകർഷകരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്തുക, സെക്സസ് സെമൻ സൗജന്യമാക്കുക, ഡയറി വകുപ്പും ലൈവ് സ്റ്റോക്ക് വകുപ്പും സംയോജിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സങ്കട ഹർജിയിൽ ഉന്നയിച്ചു. പാലക്കുഴ മൂങ്ങാംകുന്നിൽ കോഴിക്കോട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. 2 കോഴികളെ വിഴുങ്ങിയ പാമ്പിനെ സർപ്പാറ്റിയം അംഗം മൂവാറ്റുപുഴ സ്വദേശി ഷെയ്ഖ് മുഹ്ദിൻ സ്ഥലത്തെത്തി പിടികൂടുകയായിരുന്നു. കൂത്താട്ടുകുളം പാലക്കുഴ മൂങ്ങാംകുന്നിൽ കോഴിക്കൂട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. തേക്കിലക്കാട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്.
അതൊന്നും വരില്ല. കടിക്കും പിടിക്കാൻ നേരെ വണ്ടി എടുത്തോളൂ. കോപ്പ് എല്ലാരും എടുക്കണ്ട്. പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി പോകാനുള്ള കോഴിക്കോടും കുഴപ്പമില്ല, ഞാൻ നനയില്ല. ഫോൺ തന്നെ കണ്ടിരുന്നാൽ മതി. കൂട്ടിൽ കിടന്ന 2 കോഴികളെ പാമ്പ് വിഴുങ്ങിയിരുന്നു. പഞ്ചായത്ത് അംഗം ബിനീഷ് MC വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ ടീമിലെ അംഗം മൂവാറ്റുപുഴ സ്വദേശി ഷെയ്ഖ് മുഹുദ്ദീൻ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ഇവിടെ മാറി പിടിക്കാം. ഫ്രണ്ടിലേക്ക് കോഴി പുറത്തേക്ക് വരുന്നത് ഇത് നേരത്തെ തോന്നുന്നു. അവിടെ കിടപ്പുണ്ട്. 2 പേരേ ഉള്ളൂ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോട്ടപ്പടിയിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3 എത്തിയ കാട്ടാനക്കൂട്ടമാണ് വാവേലി സ്വദേശിയുടെ പുരയിടത്തിലെ കൃഷിയിടം നശിപ്പിച്ചത്. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാനക്കൂട്ടം എത്തി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3 എത്തിയ കാട്ടാനക്കൂട്ടം വാവേലി സ്വദേശി AC പൗലോസിന്റെ പുരയിടത്തിലെ കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത്. വീടിന് സമീപം വരെ എത്തിയ ആനകൾ തെങ്ങ്, വാഴ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിക്കുകയായിരുന്നു. ആനപ്പേടി കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആനശല്യം കൊണ്ട് രക്ഷയില്ല. ഇവിടെ ആന കാരണം ഞങ്ങൾക്കൊന്നും കിടന്നുറങ്ങാൻ പോലും നോക്കില്ല. ഇത്രയും കാഴ്ചകൾ നോക്കിയിട്ട് ഞങ്ങളെല്ലാം നശിപ്പിച്ച് ഒരു സാധനം പോലും തിന്നാനോ ഒന്നും ഞങ്ങൾക്ക് നിർത്തില്ല. ഒരു വഴിക്ക് പാലിന് പോകാനും ഒന്നും നിർത്തിയില്ല. ഞങ്ങൾ ജോലി പേടിച്ചാണ്. വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഡിജിറ്റൽ യുഗത്തിലും വാടാത്ത വായന വസന്തം. പുസ്തകപ്രേമികൾക്കായി മൂവാറ്റുപുഴയിൽ ത്രിവേണി പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഡിജിറ്റൽ യുഗത്തിലും അച്ചടി മഷിയുടെ മണവും താളുകളുടെ മറക്കാനാവാത്ത സ്പർശവും തേടിയെത്തുന്ന പുസ്തകപ്രേമികൾക്കായി മൂവാറ്റുപുഴയിൽ ത്രിവേണി പുസ്തകമേളയ്ക്ക് തുടക്കമായി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, മേള, ഫൈൻ ആർട്സ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ഈ സാംസ്കാരിക മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുന്നത്. കവിയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഭരണസമിതി അംഗവുമായ ജയകുമാർ ചെങ്ങമനാട് മേള ഉദ്ഘാടനം ചെയ്തു. ഇടശ്ശേരിയുടെ കവിതകളെ, ഇടശ്ശേരിയുടെ അനുസ്മരണ ദിനമായി വായ്പ്രധാൻ സാറൊക്കെ അന്ന് സജീവമായി പങ്കെടുത്തിരുന്ന അന്ന് കവിത ആലാപന മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് ഡോക്ടർ MP മത്തായി സാറിൻ്റെ മൂത്ത മകൾക്കാണ്. 2ാം സ്ഥാനം തരാൻ യോഗ്യതയുള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയത് അന്ന് എനിക്കാണ്. അന്ന് കറുത്ത ചെട്ടിച്ചികൾ എന്ന് പറഞ്ഞ കവിതയാണ് മത്തായി സാറിൻ്റെ മകള് അതിഗംഭീരമായിട്ട് പാടി. ആ കവിത പാടി പിന്നെ മത്തായി സാറിൻ്റെ മകള് ജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു.
മേള പ്രസിഡന്റ് സുർജിത് എസ്തോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രീജിത്ത് ഒ കുമാർ, ട്രഷറർ PM ഏലിയാസ്, ജോയിന്റ് സെക്രട്ടറി P രഞ്ജിത്ത്, ഭരണസമിതി അംഗം S മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്മാർട്ട് ഫോണുകളുടെയും ബുക്കുകളുടെയും കാലഘട്ടത്തിലും പുസ്തകങ്ങളെ ജീവന തുടിക്കുന്ന കൂട്ടുകാരായി കാണുന്ന ഒട്ടനവധി വായനക്കാർ കടൽ കടന്നെത്തുന്ന ആശയങ്ങളും തത്വചിന്തകളും കവിതകളും നേരിട്ടനുഭവിക്കാനും തങ്ങളുടെ ഇഷ്ട എഴുത്തുകാരുടെ പുതിയ കൃതികൾ പരതി നടക്കാനും പുസ്തകങ്ങൾ നെഞ്ചോട് ചേർക്കാനും മേളയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് പുറമെ രാജ്യത്തെ മുൻനിര പ്രസാധകരുടെയെല്ലാം കൃതികൾ വൻ വിലക്കുറവിൽ മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നോവലുകൾ, കവിതകൾ, ജീവചരിത്രങ്ങൾ, ശാസ്ത്രം, കുട്ടികളുടെ സാഹിത്യം തുടങ്ങി എല്ലാ വിഭാഗത്തിലും പെട്ട പുസ്തകങ്ങൾ മേളയിൽ ഒരുക്കിയിരിക്കുന്നു. രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയാണ് പുസ്തകമേള പ്രവർത്തിക്കുന്നത്. പുസ്തകങ്ങളുടെ വിൽപ്പനയ്ക്കപ്പുറം സജീവമായ ആശയവിനിമയങ്ങൾക്കും മേള വേദിയാകുന്നുണ്ട്. പുസ്തക പ്രകാശനങ്ങൾ, സാഹിത്യ ചർച്ചകൾ, പുസ്തക പരിചയപ്പെടുത്തലുകൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത കവി സുരേഷ് കക്കാടിന്റെ പുതിയ കവിതാ സമാഹാരമായ ഒറ്റയാൻ പുസ്തകമേള വേദിയിൽ പ്രകാശനം ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിയരങ്ങിൽ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും പങ്കെടുക്കും. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച സമാപിക്കുന്ന പുസ്തകമേള മൂവാറ്റുപുഴയുടെ സാംസ്കാരിക രംഗത്തിന് പുതിയ ഉണർവാണ് നൽകുന്നത്. MCS Hospital, we take care of your health. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 3ാമത് അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു. സുരക്ഷ, പാരലൽ പ്രോസസിംഗ്, ഇമേജ് പ്രോസസിംഗ്, നെറ്റ്വർക്കിംഗ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും കോൺഫറൻസിന്റെ ഭാഗമായി നടന്നു. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി IBM ഇന്ത്യ സോഫ്റ്റ്വെയർ ലാബ്സിലെ സീനിയർ ഡാറ്റ സയന്റിസ്റ്റ് ഡോക്ടർ ബിന്ദു കൃഷ്ണൻ, ഇന്തോനേഷ്യ മുഹമ്മദിയ ജംബർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ എനീദി രഹായു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി കോതമംഗലം രൂപത വൈദികനും മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പലും സോഷ്യൽ സയൻസ് അധ്യാപകനുമായ ഫാദർ ഡോക്ടർ ജോർജ് മരാപ്പിള്ളി ചരിത്ര വിഷയത്തിലാണ് ഗവേഷണം നടത്തിയത്. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സീറോ മലബാർ സഭ എപ്രകാരം പങ്കുവഹിച്ചു എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. വെറും 11 സെന്റ് സ്ഥലത്ത് മാതൃകാ കൃഷി ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. വീട്ടിലേക്ക് ആവശ്യമായ മിക്ക കാർഷിക ഉത്പന്നങ്ങളും ഈ ചെറിയ പുരയിടത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയാണ് പിടവൂർ സ്വദേശിയായ റഷീദ്. കോതമംഗലത്തിന് സമീപം പിടവൂരിലെ വെറും 11 സെന്റ് സ്ഥലത്ത് മാതൃകാ കൃഷിയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും ഈ ചെറിയ പുരയിടത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയാണ് റഷീദ്. കോതമംഗലത്തിന് സമീപം പിടവൂരിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ റഷീദിന്റെ വീട്ടുമുറ്റം കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും. വെറും 11 സെന്റ് സ്ഥലത്താണ് വൈവിധ്യമാർന്ന കൃഷികൾ ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായത് വീടിനു മുന്നിലെ പന്തലിലാകെ പടർന്നു നിൽക്കുന്ന മുന്തിരിവള്ളികളും കുലകളുമാണ്. മുന്തിരിക്ക് പുറമെ കപ്പ, ചേന, ചേമ്പ്, വാഴ, തെങ്ങ്, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, പേര, മുരിങ്ങ, വിവിധ ഇനം പച്ചക്കറികൾ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ മിക്ക വിളകളും ഈ കൊച്ചു പുരയിടത്തിൽ വിളയുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് കൃഷി പരിപാലനമെന്ന് റഷീദ് പറയുന്നു. ചെറുപ്പം മുതലുള്ള കൃഷിയോടുള്ള താല്പര്യവും നല്ല ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹവുമാണ് ഇന്ന് ഈ മാതൃകാ കൃഷിയിടത്തിലേക്ക് എത്തിച്ചതെന്ന് റഷീദ് പറഞ്ഞു. എനിക്ക് കൃഷികളോട് ചെറിയ താല്പര്യങ്ങളുള്ള ആളാണ്. പിന്നെ ഓട്ടോ ഓടിച്ചാണ് ജീവിതം പോണെ. എനിക്ക് 11 സെന്റ് സ്ഥലമാണ്. അതിൽ ഞാൻ മുന്തിരി മുതൽ ഫലവൃക്ഷങ്ങൾ മുതൽ മാവ്, മുന്തിരി, റംബുട്ടാൻ എന്ന് വേണ്ട എല്ലാ തരം ഫലവൃക്ഷങ്ങളും, പിന്നെ അതുകൂടാതെ കപ്പ, മഞ്ഞൾ, മധുരക്കിഴങ്ങ്, ഇഞ്ചി, എൻ്റെ വ്യാപാരമായിട്ട് പോലും കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വരുമാനമല്ല, നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരു എൻജോയ്മെൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വൈഫും കൊച്ചും എല്ലാവരും സഹായിക്കും.
ജൈവ കർഷകനായ റഷീദ് നാടിന്റെ അഭിമാനമാണെന്നും ഇവിടെ ഉൽപ്പാദിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടുകാർക്കും ലഭിക്കുന്നുണ്ടെന്നും പ്രദേശവാസിയായ കരീം പറഞ്ഞു. പുള്ളി ഓട്ടയാനുള്ള തൊഴിലെങ്കിലും പുള്ളി നല്ല ഒന്നാന്തരം ഒരു കൃഷിക്കാരനാണ്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും റഷീദിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് സന്ദർശിക്കുകയും പുള്ളി ഓരോ കൊല അവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് പുള്ളി. മുന്തിരി എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഈ നാട്ടിലൊന്നും ഇല്ലാത്ത നല്ല ഒരു വിളവെടുപ്പുള്ള, ഇപ്പൊ ഈ സമയം കൃഷി മോശമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയായിട്ട് കൊലച്ചുണ്ടാവുന്ന നല്ല മുന്തിരിയാണ്. ഇവർ ഈ നാട്ടിൽ വന്നത് ഞങ്ങളുടെ എല്ലാം ഐശ്വര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ ജൈവ പച്ചക്കറി ഉണ്ടാക്കി അതിന്റെ ആ ഭക്ഷണം വെച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയാൽ കിട്ടില്ല. ഒരു മാതൃകാ കർഷകനായിട്ടുള്ള അവാർഡിന് അർഹതപ്പെട്ട ഒരാളാണ്. പിന്നെ ഭൂമി കുറവായതുകൊണ്ട് എന്തോ കൃഷിഭവനൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെയും ഒരു അവാർഡിന് അർഹമായ ഒരു കൃഷിക്കാരനാണ്, കൃഷി ജീവിതമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് റഷീദ്. ഓട്ടോറിക്ഷയുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് കടന്നു വന്ന റഷീദ് അധ്വാനവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ചെറിയൊരു പുരയിടം പോലും സമൃദ്ധിയുടെ മാതൃകയാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കല്ലൂർക്കാട് പൊട്ടയ്ക്കൽ പോൾ ജോസ് 57 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 3 സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടത്തി. ഭാര്യ ജയ, വാഴക്കുളം പുത്തൻപരിക്കൽ കുടുംബാംഗം, മക്കൾ ജിസ, ജിയോ. തൃക്കാരൂർ തട്ടാൻകുടി പരേതനായ MK രാമകൃഷ്ണൻ നായരുടെ ഭാര്യ ചന്ദ്രമതിയമ്മ 94 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 4 വീട്ടുവളപ്പിൽ നടത്തി. പരേത തൃക്കാരൂർ ഞാളുമടത്തിൽ കുടുംബാംഗമാണ്. മക്കൾ പരേതനായ രാധാകൃഷ്ണൻ, രാജേശ്വരി, രമണി, സുമാദേവി, ഗീത. മരുമക്കൾ പരേതനായ രാജപ്പൻ നായർ, ബാലകൃഷ്ണൻ നായർ, മധുസൂദനൻ നായർ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.